നമസ്തേ, ജ്യോതിഷജാലകം ചാനലിലേക്ക് സ്വാഗതം. 2024 രണ്ടാം മാസമായ ഫെബ്രുവരിയിലേക്ക് കടക്കുകയാണ് നാം. ജ്യോതിഷപരമായി ഈ മാസത്തിൽ പല പ്രധാന ഗ്രഹങ്ങളും രാശി മാറുന്നുണ്ട്. ഒപ്പം പല ശുഭദിനങ്ങളും ഈ മാസം വരുന്നുണ്ട്. ഫെബ്രുവരി 1 ഗ്രഹങ്ങളുടെ രാജകുമാരൻ ബുധൻ മകരം രാശിയിലേക്ക് നീങ്ങും. ഇതിനുശേഷം ഫെബ്രുവരി 8 ബുധൻ മകരരാശിയിൽ അസ്തമിക്കും. ഫെബ്രുവരി 5 മകരം രാശിയിൽ ചൊവ്വ സംക്രമിക്കും. ശനിദേവൻ ഫെബ്രുവരി 11 കുംഭരാശിയിൽ അസ്തമിക്കും. സമ്പത്ത് നൽകുന്ന ശുക്രൻ 2024 ഫെബ്രുവരി 12 മകരം രാശിയിൽ പ്രവേശിക്കും. ഇതിനുശേഷം ഫെബ്രുവരി 13 സൂര്യദേവൻ കുംഭരാശിയിൽ വസിക്കും. ഫെബ്രുവരി മാസത്തിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ എന്നീ ഗ്രഹങ്ങൾ മകരരാശിയിൽ ഒന്നിക്കും. അതുമൂലം ബുധാദിത്യ രാജയോഗവും ആദിത്യ മംഗളയോഗവും രൂപപ്പെടും. ഫെബ്രുവരി മാസത്തിലെ ഈ മാറ്റങ്ങൾ എല്ലാ രാശിക്കാരിലും സ്വാധീനം ചെലുത്തും. 12 രാശിക്കാർക്കും ഫെബ്രുവരി മാസത്തിൽ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തായിരിക്കുമെന്ന് ഇവിടെ വിവരിക്കുന്നു. മേടം, അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം. മേടക്കൂറുകാർക്ക് ഇത് സമ്മിശ്ര ഫലങ്ങളുള്ള മാസമായിരിക്കും. മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ജീവിതത്തിൽ ചില വെല്ലുവിളികളെ നേരിടേണ്ടതായി വരും. വളരെ കാലമായി പുതിയ ഒരു ജോലി തേടുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കുന്നതാണ്. പുതിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നവർക്ക് അതിനും സാധിച്ചേക്കും. മോശം ജീവിതശൈലി മൂലം പല ആരോഗ്യ പ്രശ്നങ്ങളും നേരിടേണ്ടതായി വരും. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനിടയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് എതിരാളികളിൽ നിന്ന് കടുത്ത മത്സരം നേരിടേണ്ടി വന്നേക്കും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാൻ ശ്രമിക്കുന്നതും റിസ്ക് ഉള്ള പദ്ധതികളിൽ പണം നിക്ഷേപിക്കുന്നതും ഒഴിവാക്കണം. പ്രണയ ജീവിതത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. അതുമൂലം മാനസിക സമ്മർദ്ദവും വർദ്ധിച്ചേക്കാം. ദാമ്പത്യ ജീവിതം സന്തോഷകരമായി നീങ്ങും. ഇടവം, കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി. മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നേരിടേണ്ടി വരുന്ന അധിക ചെലവുകൾ ഇടവക്കൂറുകാരുടെ മൊത്തം സാമ്പത്തിക നില തന്നെ താളം തെറ്റിച്ചേക്കും. തൊഴിൽ മേഖലയിൽ അമിത ജോലിഭാരം ഉണ്ടായേക്കും. യാത്രകൾ മടുപ്പുളവാക്കുന്നതും പ്രതീക്ഷിച്ച ഫലം നൽകാത്തതുമായി പരിണമിക്കും. ബിസിനസ് ചെയ്യുന്നവർ പണമിടപാടുകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. പ്രധാനപ്പെട്ട രേഖകൾ സുരക്ഷിതമായി വെക്കേണ്ടതുണ്ട്. വസ്തുസംബന്ധമായ ഇടപാടുകൾ നടത്തുമ്പോൾ അതിൻ്റെ രേഖകളെല്ലാം കൃത്യമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കണം. ചില പ്രത്യേക ജോലികൾ നിങ്ങൾക്ക് മികച്ച വിജയം നൽകും. ആ സന്തോഷത്തിൽ അഹങ്കരിക്കുകയോ പ്രിയപ്പെട്ടവരെ അവഗണിക്കുകയോ ചെയ്യരുത്. ജോലിക്കാർക്കും കച്ചവടക്കാർക്കും മാസം അനുകൂല ഫലങ്ങൾ നൽകും. പ്രണയ ജീവിതം വിവാഹത്തിലേക്ക് നീങ്ങാനിടയുണ്ട്. കുടുംബാംഗങ്ങൾ നിങ്ങളുടെ ബന്ധത്തിന് സമ്മതം നൽകും. മിഥുനം, മകയിരം രണ്ടാം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. ജോലികൾ മാറ്റിവെക്കുകയോ അശ്രദ്ധ കാണിക്കുകയോ ചെയ്യരുത്. ചില പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു നടക്കുകയോ കൂടുതൽ പ്രതീക്ഷിക്കുകയോ ചെയ്യരുത്. കാരണം നിങ്ങളുടെ എതിരാളികൾ അതിനെ തടസ്സപ്പെടുത്താനിടയുണ്ട്. ചില കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുടുംബാംഗങ്ങളുടെ പിന്തുണ ഇല്ലാതെ വരുന്നത് നിങ്ങളെ വിഷമിപ്പിക്കും. വാഹനം ഓടിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധരാകരുത്. തൊഴിൽ മേഖലയിൽ നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തികമായി നേരിയ ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം. പ്രണയബന്ധങ്ങൾ സാധാരണ നിലയിലായിരിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. കർക്കിടകം, പുണർദം കാൽഭാഗം, പൂയം, ആയില്യം. ഭാഗ്യം ധാരാളം ഉണ്ടാകുന്ന മാസമാണ്. ബിസിനസ്സിൽ ലാഭം നേടും. എന്നാൽ വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവുകളും വർദ്ധിക്കും. തൊഴിൽ സംബന്ധമായി ദീർഘദൂര യാത്രകൾ ഉണ്ടാകാനിടയുണ്ട്. യാത്രകൾ ആഗ്രഹിച്ച ഫലം നൽകും. യാത്രയ്ക്കിടെ സ്വാധീനമുള്ള വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയും. ഇത് ഭാവിയിൽ ഗുണം ചെയ്യും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സ്ഥാനമാനങ്ങളോ ഉത്തരവാദിത്വമോ ലഭിച്ചേക്കാം. പ്രധാന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തും. ഉപരിപഠനത്തിനോ ജോലിക്കോ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കുന്നതാണ്. പ്രണയ ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മുമ്പോട്ട് നീങ്ങും. ചിങ്ങം, മകം, പൂരം, ഉത്രം കാൽഭാഗം. ശുഭകരമായ സമയമാണ് ചിങ്ങം രാശിക്കാർക്ക് ഫെബ്രുവരി മാസം. നേരത്തെ ആസൂത്രണം ചെയ്ത പല ജോലികളും കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരിൽ നിന്ന് എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ്. ജോലിക്കാരായ സ്ത്രീകൾക്ക് പ്രത്യേക നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഇത് അവരുടെ ബഹുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും.
നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പങ്കാളി വളരെയധികം സഹായിക്കും. വീട്, വാഹനം എന്നിവ മൂലം സന്തോഷമുണ്ടാകും. വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. വളരെ കാലമായി മനസ്സിലൊതുക്കിയ പ്രണയം ഈ മാസം തന്നെ തുറന്നു പറഞ്ഞേക്കും. കന്നി, ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി. സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാകുന്ന മാസമാണ്. ജോലി ചെയ്യുന്നവർക്ക് അമിത ജോലിഭാരം നിമിത്തം കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കേണ്ടതായി വരും. ജോലികൾ പൂർത്തിയാക്കാൻ പരിശ്രമവും കഠിനാധ്വാനവും ആവശ്യമാണ്. വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഉത്കണ്ഠ വർദ്ധിപ്പിക്കും. കുടുംബത്തിലെ മുതിർന്ന അംഗത്തിൻ്റെ മോശം ആരോഗ്യം മൂലം ആശങ്ക കൂടാനിടയുണ്ട്. മാസത്തിലെ 2ാം വാരത്തിൽ ഏതെങ്കിലും മതപരമോ സാമൂഹികമോ ആയ പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകും. മാസത്തിൻ്റെ മധ്യത്തിൽ പെട്ടെന്നുള്ള വലിയ ചെലവുകൾ കാരണം നിങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായേക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരുടെ സഹായത്തോടെ ഈ പ്രശ്നം മറികടക്കും. ബിസിനസ്സിൽ നിന്ന് ആഗ്രഹിച്ച ലാഭം നേടാൻ സാധിക്കും. ആരോഗ്യം സാധാരണ നിലയിലായിരിക്കും. ദാമ്പത്യത്തിൽ സന്തോഷം അനുഭവിക്കും. തുലാം, ചിത്തിര 2ാം പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. സമ്പത്ത്, സമയം എന്നിവ ഫലപ്രദമായി വിനിയോഗിക്കണം. നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് ഒഴിവാക്കണം. അല്ലാത്ത പക്ഷം തെറ്റുകൾ സംഭവിക്കാനോ കൃത്യസമയത്ത് പൂർത്തിയാകാതിരിക്കാനോ സാധ്യതയുണ്ട്. പങ്കാളിത്ത ബിസിനസ്സിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരും. മാസത്തിൻ്റെ പകുതിയോടെ സ്ഥലം മാറ്റമോ പുതിയ ഉത്തരവാദിത്തമോ ലഭിച്ചേക്കാം. വിദേശത്ത് ജോലിക്കും ബിസിനസ്സിനും വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഗുണകരമായ വാർത്തകൾ ലഭിക്കും. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ആരെങ്കിലും ശ്രമിച്ചേക്കാം. പ്രണയ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ദാമ്പത്യത്തിലൂടെ പരിഹരിക്കണം. ദാമ്പത്യ ജീവിതം നയിക്കുന്നവർ ഇണയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വൃശ്ചികം, വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട. ബന്ധങ്ങൾ നിലനിർത്തുന്നതിലും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും വൃശ്ചിക രാശിക്കാർ ഈ മാസം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചില രോഗങ്ങൾ നിങ്ങളെ അലട്ടിയേക്കാം. ആരോഗ്യ സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ പോലും അവഗണിക്കരുത്. ആവശ്യമായ ഘട്ടങ്ങളിൽ വൈദ്യസഹായം ഉറപ്പാക്കുക. ഈ മാസം നിങ്ങളുടെ പ്രതിച്ഛായയിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ആരോടും മോശമായി പെരുമാറുകയോ കളിയാക്കുകയോ ചെയ്യരുത്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതിന് പകരം സ്വന്തം ജോലികളിൽ ശ്രദ്ധ നൽകുക. നിങ്ങളുടെ ഇമേജ് കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളെ കരുതിയിരിക്കുക. ബിസിനസ്സിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ലാഭം നേടാനാകും. പ്രണയ ജീവിതം ആസ്വദിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. പ്രയാസകരമായ സമയങ്ങളിൽ നിഴൽ പോലെ നിങ്ങളുടെ പങ്കാളി നിങ്ങളോടൊപ്പം ഉണ്ടാകും. ധനു, മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം. ധനുക്കൂറുകാർ കുറച്ച് വിഷമം നിറഞ്ഞ കാലഘട്ടത്തിലൂടെയായിരിക്കും കടന്നുപോകുന്നത്. മോശം സമയം മികച്ച അവസരങ്ങളാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിച്ചേക്കും. തൊഴിൽ ചെയ്യുന്നവർക്കും വ്യാപാരികൾക്കും ചില നല്ല അവസരങ്ങൾ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ലഭിച്ചേക്കാം. നിങ്ങളുടെ ജീവിതശൈലിയും ഭക്ഷണശീലവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കടം, രോഗം, ശത്രുക്കൾ തുടങ്ങിയ കാര്യങ്ങളെ നേരിടേണ്ടി വരും. തൊഴിൽ രംഗത്തുള്ള രഹസ്യ ശത്രുക്കൾ നിങ്ങളുടെ ജോലിയിൽ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചേക്കാം. മാസത്തിൻ്റെ 2ാം പകുതിയോടെ ബിസിനസ് ശരിയായ ദിശയിൽ നീങ്ങും. നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണം കൈവശം വരും. ബിസിനസ് വിപുലീകരിക്കാൻ ശ്രമിച്ചേക്കാം. പ്രണയകാര്യത്തിൽ വളരെ ആലോചിച്ച് തീരുമാനം എടുത്തില്ലെങ്കിൽ പിന്നീട് വിഷമിക്കേണ്ടി വരും. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയുമായി സ്നേഹവും ഐക്യവും ഉണ്ടാകും. മകരം, ഉത്രാട മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. സന്തോഷവും ദുഃഖവും ഇടകലർന്നു വരുന്ന മാസമാണ്. മത്സരങ്ങൾക്കും പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. വിദേശത്ത് ജോലിക്കോ ബിസിനസ്സിനോ നേരിട്ടിരുന്ന തടസ്സങ്ങൾ നീങ്ങും. ചില പ്രത്യേക നേട്ടങ്ങൾ കൈവരിക്കുന്നതിലൂടെ തൊഴിൽ മേഖലയിലും കുടുംബത്തിലും നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തും. സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ സഹായത്തോടെ മുടങ്ങിക്കിടന്ന ചില ജോലികൾ വേഗം പൂർത്തിയാക്കാൻ സാധിക്കും. അപകട സാധ്യതയുള്ള പദ്ധതികളിൽ പണം നിക്ഷേപിക്കുന്നത് ഒഴിവാക്കണം. ഈ കാലയളവിൽ ആർക്കും കടം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രണയ ജീവിതം സമ്മിശ്ര ഫലങ്ങൾ നൽകും. വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. വിവാഹിതരുടെ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകും. കുംഭം, അവിട്ടം 2ാം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ജോലി, ബിസിനസ്, പഠനം തുടങ്ങിയ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. മാസത്തിലെ 2ാമത്തെ ആഴ്ചയിൽ
കുട്ടികളുമായി ബന്ധപ്പെട്ട ഏതു പ്രശ്നവും ഉത്കണ്ഠയ്ക്ക് കാരണമാകും. എന്നിരുന്നാലും കുടുംബത്തിലെ മുതിർന്ന അംഗത്തിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് സാഹചര്യം കൈകാര്യം ചെയ്യാനും കുടുംബ പ്രശ്നത്തിന് പരിഹാരം കാണാനും കഴിയും. മാസത്തിൻ്റെ 2ാം പകുതി മുതൽ ജോലിയിലും ബിസിനസ്സിലും നല്ല ഫലങ്ങൾ കാണാൻ തുടങ്ങും. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആഗ്രഹിച്ച പദവിയോ വലിയ ഉത്തരവാദിത്തങ്ങളോ ലഭിച്ചേക്കാം. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തും. മീനം, പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. മാസത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ധാരാളം ജോലികൾ ചെയ്തു തീർക്കാനുണ്ടാകും. സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവരും ബിസിനസ് വിപുലീകരിക്കാൻ ശ്രമിക്കുന്നവരും അതാത് രംഗത്ത് മുൻ പരിചയം ഉള്ള വ്യക്തികളിൽ നിന്ന് അഭിപ്രായം തേടുന്നത് നന്നായിരിക്കും. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാസത്തിൻ്റെ മധ്യത്തോടെ നല്ല വാർത്തകൾ ലഭിച്ചേക്കും. ബിസിനസ് പാർട്ട്ണറെ അന്ധമായി വിശ്വസിക്കാതിരിക്കുക. പണമിടപാടുകൾ വളരെ ജാഗ്രതയോടെ നടത്തണം. പ്രണയ ജീവിതം സാധാരണ നിലയിൽ മുമ്പോട്ടു പോകും. ചില വിഷയങ്ങളിൽ പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാം.